അലക്സിയുടെ കടം വീട്ടാൻ ഇത്രയും കാശ് നീ എവിടുന്നാണ് സമ്പാദിച്ചത്? സത്യം പറഞ്ഞില്ലെങ്കിൽ പച്ചയ്ക്ക് ചുട്ടു കൊന്നു കളയും നിന്നെ ഞാൻ. പറയാൻ വേണ്ട. വേണ്ട. ആരും തടയാൻ വരരുത്. ലക്ഷങ്ങളുടെ കാശ് ഇവിടെ എവിടുന്ന് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? പറ. എന്നിട്ട് മതി ഞാൻ ഇവിടെ വിടുന്നത്. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ ഇവൾ എങ്ങോട്ടാണ് പോയതെന്ന് ആരെങ്കിലും ഇവളോട് ചോദിച്ചോ? അലക്സിയുടെ ബാധ്യത ഇവളെ എങ്ങനെ ഒഴിവാക്കിയെന്ന് ഞാൻ മുമ്പേ ചോദിച്ചപ്പോ പറയാമെന്നല്ലാതെ ഇവിടെ എത്തുന്നവരെ ഇവൾ എന്നോടത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അറിഞ്ഞടി, അത് ഇവളെ എങ്ങനെ ഉണ്ടാക്കി അത് ഇവള് തന്നെ പറയട്ടെ. പറയടി. 2 ആഴ്ച ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോ നീ എവിടേക്കൊക്കെയാടി പോയത്? ആരുടെ കാറിലടി സഞ്ചരിച്ചത്? പറയടി, പറയാൻ. വിനയ, അവളെവിടെ? വിടാനാ പറഞ്ഞേ? അത് പറയാതെ ഞാൻ ഇവളെ വിടില്ല മുത്തശ്ശ. വിടാൻ പറഞ്ഞാ പറ്റില്ല നിനക്ക്. ജയിലിൽ കിടന്ന് നിന്നെ രക്ഷിക്കാൻ ഇവളെങ്ങനെ കാശുണ്ടാക്കിയെന്നല്ലേ നിനക്കറിയേണ്ടത്. ഒപ്പം ഏതൊക്കെ കാറിൽ സഞ്ചരിച്ചു ഒന്നുകൂടി അറിയണം അല്ലേ? നീ അലക്സിയെ കാണാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ഈ അപകടം മണത്തതാ. ആരെങ്കിലും എന്തെങ്കിലും അപഖ്യാതി പറഞ്ഞു എന്ന് വെച്ച് നിനക്ക് വേണ്ടി ജീവിതം തന്നെ പണയം വെച്ച നിന്റെ അനുജത്തിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നതാ? ഇവള് വലിയ കാറിൽ ഹോട്ടലിൽ പോകുന്നത് കണ്ടവരുണ്ട്. ഞങ്ങളാ ഇവളെ ആ കാറിൽ കയറ്റി വിട്ടത്. ഡോക്ടർ അന്ന കുര്യന്റെ കൂട്ടുകാരി മഹേശ്വരി കുഞ്ഞമ്മയുടെ കാറിലാ അവൾ ഇവിടുന്ന് പോയത്. തിരിച്ച് അവരാ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതും. അല്ലാതെ വിസ്മയ എവിടെ കറങ്ങാൻ പോയതല്ല. അലക്സിയെ കൊണ്ട് ഏട്ടന്റെ കേസ് പിൻവലിപ്പിക്കാൻ ഒരു ശ്രമം നടത്താൻ അവരോടൊപ്പം പോയതാ വിസ്മയ. പക്ഷെ അത് നടന്നില്ല. ഈ കുടുംബത്തെയും പ്രത്യേകിച്ച് നിന്നെയും ഇത്രയധികം സ്നേഹിക്കുന്ന സ്വന്തം അനിയത്തിയുടെ മുടിക്കുത്തി കയറി പിടിക്കാൻ നിനക്ക് എങ്ങനെയാടാ തോന്നിയത്? നീ ഞങ്ങളുടെ മാധവൻകുട്ടിയുടെ മകനാണോന്നാ ഇപ്പൊ എന്റെ സംശയം. മതി മുത്തശ്ശി, ഇനി ഏട്ടനെ കുറ്റപ്പെടുത്തണ്ട. ഏട്ടന്റെ ചോദ്യം ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടി എന്നതല്ലേ? അതിവിടെ ആർക്കും അറിയില്ല. ആരും അത് ചിന്തിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. എന്നെ പ്രസവിച്ച അമ്മ പോലും. എല്ലാവരുടെയും മനസ്സിൽ ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഏട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അത്ര മാത്രം. അതിനു വേണ്ടിട്ട് ഈ ഞാൻ എന്താ ചെയ്തെന്ന് ഇവിടെ ആർക്കും അറിയില്ല. മറ്റാരോടും പറയരുതെന്ന് പറഞ്ഞ് ഈ മുത്തശ്ശനോടെ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.